അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമ്പാദ്യമെല്ലാം ഉപേക്ഷിച്ചാണ് മുസ്ലിങ്ങൾ പലായനം ചെയ്യുന്നത്. ഒട്ടകക്കൂട്ടങ്ങളില്ല, ആട്ടിൻപറ്റങ്ങളില്ല, മുന്തിരിത്തോപ്പുകളില്ല, ഈത്തപ്പനകളില്ല. എന്നിട്ടും യാത്ര മുടക്കുന്നു. എന്തൊരു ദ്രോഹം! രക്ഷപ്പെട്ടവർ യസീബിലെത്തി. മക്കയിലെ ഒരു ഹാളിൻ്റെ പേരാണ് ദാറുന്നദവ. ഖുറൈശികൾ അവിടെ യോഗം ചേർന്നു. മുസ്ലിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചർച്ച ചെയ്തു. അബൂജഹൽ പറഞ്ഞു, അവനെ വധിക്കണം. എങ്ങനെ? ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യോദ്ധാവിനെ തിരഞ്ഞെടുക്കുക. അവരെല്ലാവരും കൂടി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെട്ടിക്കൊല്ലുക. ഹാഷിം കുടുംബത്തിന് എന്തു ചെയ്യാൻ കഴിയും? കൊലപാതകത്തിൻ്റെ കുറ്റം എല്ലാ ഗോത്രങ്ങൾക്കും കൂടിയല്ലേ? എല്ലാവരോടും യുദ്ധം ചെയ്യാനാകുമോ? അതൊരു നല്ല നിർദ്ദേശമാണെന്ന് എല്ലാവർക്കും തോന്നി. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യുവാവിനെ വീതം തിരഞ്ഞെടുത്തു. അവർ പ്രവാചകൻ്റെ വീട് വളയുക, പ്രഭാതത്തിൽ പുറത്തു വരുമ്പോൾ വെട്ടിക്കൊല്ലുക. ഇതാണ് പരിപാടി. അള്ളാഹു അവരുടെ തന്ത്രത്തെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം നൽകി. ഹിജ്റ പോകാൻ അനുവാദവും നൽകി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു കഥ ഇവിടെ ഓർമ്മിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവരും സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്നു. അപ്രതീക്ഷിതമായിരുന്നു ആഗമനം. എനിക്ക് ഹിജ്റ പോകാൻ അള്ളാഹു അനുമതി തന്നിരിക്കുന്നു. ബാപ്പയെ വിവരം അറിയിക്കണം. ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിതാവിന് വലിയൊരു ബഹുമതി കിട്ടിയതിൽ സന്തോഷം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ബാപ്പയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു യാത്രയ്ക്ക് 2 ഒട്ടകങ്ങളെ ഒരുക്കി. ആഹാരം തയ്യാറാക്കാൻ മക്കളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞു, മക്കക്കാർ പല സാധനങ്ങളും സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നീ മടക്കി കൊടുക്കണം. എല്ലാം മടക്കി കൊടുത്ത ശേഷമേ നീ മക്ക വിടാൻ പാടുള്ളൂ. ഞാൻ പലായനം ചെയ്യുന്ന രാത്രിയിൽ നീ എൻ്റെ വിരിപ്പിൽ ഉറങ്ങണം. വളരെയേറെ ഉത്കണ്ഠ നിറഞ്ഞ രാത്രിയായിരുന്നു അത്. അലി റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ വാളിന് മുമ്പിൽ കിടന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിരിപ്പിലിട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം ഉറപ്പാണ്. താൻ വധിക്കപ്പെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷപ്പെടുമല്ലോ. അതോർത്തപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് സന്തോഷം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പിൽ കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിക്കുന്ന പുതപ്പ് പുതച്ചു. രാത്രിയായി. ശത്രുക്കൾ വീട് വളഞ്ഞു. ഊരിപ്പിടിച്ച വാളുമായി അവർ കാത്തുനിന്നു. അർദ്ധരാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങി. ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളെ എറിഞ്ഞു. അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. പ്രഭാതമായി. ശത്രുക്കൾ തയ്യാറായി നിന്നു. വീട്ടിനകത്തേക്ക് പാളി നോക്കി. ഒരാൾ മൂടി പുതച്ചുറങ്ങുന്നുണ്ട്. വളരെ നേരം കാത്തിരുന്നു. അവർക്ക് സംശയമായി. വിരിപ്പിൽ കിടന്നുറങ്ങുന്നത് അലിയാണെന്ന് മനസ്സിലായി. അവർക്കുണ്ടായ നിരാശയ്ക്ക് ഒരളവും ഉണ്ടായിരുന്നില്ല. തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. എത്ര നിരാശാജനകമാണിത്!